വായനാനുഭവത്തിൻ്റെ പാരിതോഷികമായി ഒരു ശില്പം തന്നെ ലഭിക്കുക. ഇത്തരമൊരു അപൂർവ സാഹചര്യത്തിൻ്റെ ആഹ്ലാദത്തിലാണ് 11 വയസ്സുകാരിയായ അളക എന്ന കൊച്ചു വിദ്യാർത്ഥിനി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായിയാണ് അളകയ്ക്ക് അളകയുടെ തന്നെ കളിമൺ ശില്പം വായനാ ദിനത്തിൽ സമ്മാനമായി നൽകിയത്. വായനാശീലമുള്ള അളകയോട് 100 പുസ്തകങ്ങൾ വായിച്ചു തീർത്താൽ സമ്മാനം തരാമെന്ന് അളകയുടെ വല്യച്ഛൻ കൂടിയായ ഉണ്ണിക്കാനായി പറഞ്ഞിരുന്നു. ഇതേറ്റെടുത്ത് അറിവിൻ്റെ തീരങ്ങളിലൂടെ സഞ്ചരിച്ച് 109 പുസ്തകങ്ങൾ വായിച്ചു തീർത്തതിൻ്റെ ആഹ്ലാദമറിയിച്ചപ്പോഴാണ് ശില്പി ഉണ്ണിക്കാനായി തൻ്റെ വാക്ക് പാലിക്കും വിധം മനോഹരമായ ഒരു ശില്പം തീർത്ത് വായനാ ദിനത്തിൽ അളകയ്ക്ക് സമ്മാനമായി നൽകിയത്. കുട്ടികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്നും പുതിയ തലമുറയ്ക്ക് വായനയുടെ അറിവ് പ്രായോഗിക പാഠമാണെന്നും ഉണ്ണിക്കാനായി പറഞ്ഞു. എൻ്റെ പിറകിൽ കാണുന്ന ഈ ശില്പം അളകമ്മളുടെ ശില്പമാണ്. അപ്പോൾ 100 പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഉണ്ണിവല്യച്ഛൻ്റെ വക ഒരു സമ്മാനം തരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ജൂൺ 19 വായനാ ദിനം ആണ്. അപ്പോൾ ജൂൺ 19 ആകുമ്പോഴേക്കും അളകമോള് 109ഓളം പുസ്തകങ്ങൾ വായിച്ചു. അപ്പോൾ വായന എന്ന് പറയുന്നത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഏറ്റവും നല്ല ഒരു മാർഗം തന്നെയാണ് വായന. വായന പുതിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ ഇന്നൊരു പ്രചോദനവും പ്രോത്സാഹനവും നൽകണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള വായനയിൽ താല്പര്യമുള്ള കുട്ടികളുടെ ഇതുപോലെ ശില്പങ്ങൾ ചെയ്യുമ്പോൾ മറ്റു കുട്ടികൾക്ക് ഇതുപോലെ വായിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും. അപ്പോൾ വായനയ്ക്ക് വേണ്ടിയാണ് ഒരു ശില്പം ഇവിടെ തീർത്തിരിക്കുന്നത്. ഓരോ പുസ്തകം വായിച്ചു തീരുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച് നാട്ടിലെയും സ്കൂളിലെയും വീട്ടിലെയും ലൈബ്രറികളിൽ നിന്നും പുസ്തകങ്ങൾ ശേഖരിച്ചാണ് അളക വായിച്ചു തുടങ്ങിയത്. ഓരോ പുസ്തകം വായിച്ചു തീരുമ്പോഴും അത് നോട്ട് ബുക്കിൽ കുറിച്ചു വയ്ക്കും. KN കുട്ടി കടമ്പഴിപ്പുറത്തിൻ്റെ ഇന്ത്യൻ നാടോടിക്കഥകൾ എന്ന പുസ്തകമാണ് ആദ്യം വായിച്ചത്. N മൂസക്കുട്ടിയുടെ ഇന്ത്യൻ മഹത് വ്യക്തിത്വങ്ങൾ എന്ന പുസ്തകം വായിച്ചു തീർത്തപ്പോഴാണ് അളക ഉണ്ണിവല്യച്ഛനോട് 109 പുസ്തകം വായിച്ചു തീർത്തു എന്നറിയിച്ചതും. 109 പുസ്തകങ്ങൾ വായിച്ചു തീർത്തു, സമ്മാനം എവിടെ എന്ന് ചോദിച്ച അളകയ്ക്ക് ജൂൺ 19 വായനാ ദിനത്തിൽ തന്നെ സമ്മാനം കൊടുക്കാൻ ശില്പി ഉണ്ണിക്കാനായി തീരുമാനിച്ചു. അങ്ങനെയാണ് കളിമണ്ണിൽ പുസ്തകം നെഞ്ചോട് ചേർത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അളകമോളുടെ അർദ്ധകായ ശില്പം തന്നെ തയ്യാറാക്കി സമ്മാനമായി നൽകിയത്. കളിമണ്ണിൽ തീർത്ത ശില്പത്തിന് 4 അടി ഉയരവും 3 അടി വീതിയുമുണ്ട്. 100 പുസ്തകം വായിച്ചാൽ എനിക്ക് സമ്മാനം തരാണ്. ആ സമ്മാനം ഇത്. P സതീഷിൻ്റെയും രമ്യ സതീഷിൻ്റെയും മകളായ അളക കടന്നപ്പള്ളി UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.